ഒരാൾ പൈപ്പിൽ നിന്ന് വുദൂ എടുക്കാൻ, അടിയിൽ വുദൂ എടുക്കുന്നതിനടിയിൽ ഒരു ബക്കറ്റിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ആ വെള്ളം പിടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരാൾ ഹൗദിൽ നിന്ന് വെള്ളം എടുക്കുക, ഹൗദിൽ നിന്ന് വെള്ളം എടുത്ത് വുദൂ എടുക്കുന്നു. വുദൂ എടുക്കുന്ന സന്ദർഭത്തിൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് താഴെ പാത്രത്തിലേക്ക് വെള്ളം അവൻ ശേഖരിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. ബക്കറ്റിൽ വെള്ളം എടുക്കുക, ബക്കറ്റിലെ വെള്ളത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പിന്നെയോ വുദൂ എടുക്കുക, ബക്കറ്റിൽ നിന്ന് വെള്ളം എടുക്കുക. എന്നിട്ട് ആ വുദൂ എടുക്കുന്ന വെള്ളം, നമ്മുടെ കയ്യിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളം, അതൊരു പാത്രത്തിൽ നമ്മൾ ശേഖരിക്കാൻ. ആ വെള്ളത്തിലാണ് അറബിയിൽ മാഉൻ മുസ്തഅമൽ എന്ന് പറയുക. മുസ്തഅമലായ വെള്ളം, ഉപയോഗിച്ച വെള്ളം. പല ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഉപയോഗിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ ഹൗദിലെ വെള്ളമല്ല, അല്ലെങ്കിൽ ബക്കറ്റിലെ വെള്ളമല്ല. പിന്നെയോ വുദൂ എടുക്കുമ്പോൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ച വെള്ളം. ആ വെള്ളം അവയവങ്ങളിൽ നിന്ന് ഉറ്റി വീണ് താഴെ വീണ് കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെയും വുദൂ എടുക്കാൻ പാടുണ്ടോ? അവിടെയാണ് വ്യത്യാസമല്ല. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു ആ വെള്ളം മുസ്തഅമലായ വെള്ളം, ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളം, അതുകൊണ്ട് ഒരിക്കൽ കൂടി വുദൂ എടുക്കുക എന്നത് പാടില്ല. രണ്ടാമത്തെ അഭിപ്രായം മുസ്തഅമലായ വെള്ളം, ഉപയോഗിച്ച വെള്ളം, അതുകൊണ്ട് വുദൂ എടുക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല, ഒരു കുഴപ്പവുമില്ല എന്ന അഭിപ്രായമാണ് ശരിയായി മനസ്സിലാകുന്നത്. റുബയ്യ ബിൻത് മുഅവ്വിദ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദൂഇനെ കുറിച്ച് വിവരിക്കുമ്പോൾ അവർ പറഞ്ഞു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസഹ ബിറഅസിഹി മിൻ ഫദ്ലി മാഇൻ കാന ഫി യദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ എടുക്കുമ്പോൾ തൻ്റെ തല തടവാൻ ഉപയോഗിച്ചത് അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന നനവിൻ്റെ ബാക്കിയാണ്. ആ നനവ് അതുകൊണ്ട് ശുദ്ധീകരിക്കാമെന്നതിന് ഹദീസ് തെളിവാണ്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വീണ്ടും കയ്യിൽ വെള്ളം ആക്കിയിട്ടില്ല. ഉപയോഗിച്ച വെള്ളം അതിൻ്റെ ബാക്കി കൊണ്ട് ശുദ്ധീകരിക്കാമെന്നതിന് ആ ഹദീസ് എന്താണ്? തെളിവാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിയിൽ അവിടുന്ന് വുദൂ എടുത്ത വെള്ളത്തിൻ്റെ ബാക്കി ലഭിക്കുന്നതിന് വേണ്ടി ഹദീസിൽ കാണാം, വകാദു യഖ്തതിലൂന അലാ വദൂഇഹി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം അതിൻ്റെ ബാക്കി ലഭിക്കുന്നതിന് വേണ്ടി സഹാബിമാർ പരസ്പരം മത്സരിച്ചിരുന്നു, തെക്കും തിരക്കും കൂട്ടിയിരുന്നു. അവിടുന്ന് വുദൂ എടുത്തതിൻ്റെ ബാക്കി കിട്ടാൻ മതി. ഹുദൈബിയ സന്ധി. ഈ ഹദീസിൽ എന്തിന് തെളിവുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വെള്ളം, അതിൻ്റെ ബാക്കി വെള്ളം ഉപയോഗിക്കുന്നത് അനുവദനീയമാണ് എങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഒരാൾ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ ബാക്കി ഉപയോഗിക്കുന്നത് അനുവദനീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലായിരുന്നെങ്കിൽ അവിടുന്ന് പറയുമായിരുന്നു, എൻ്റെ വെള്ളം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളേ, വേറെ ആരും വെള്ളങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറയണമായിരുന്നു. അത് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വെള്ളം ഉപയോഗിച്ചതിൻ്റെ ബാക്കി സഹാബികൾ ഉപയോഗിച്ചത് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ ഈ ഹദീസുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ ഭാര്യമാരിൽ ഒരാൾ കുളിച്ചതിൻ്റെ ബാക്കി വെള്ളം കൊണ്ട് അവിടുന്ന് കുളിച്ചത് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്തഅമലായ വെള്ളം, ഉപയോഗിച്ച വെള്ളം, അതുകൊണ്ട് ഒരാൾ വുദൂ എടുത്താൽ, ജനാബത്തിന് കുളിച്ചാൽ അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല, അനുവദനീയമാണ്. ഹദീസുകളിൽ നിന്ന് അത് പാടില്ല എന്ന് മനസ്സിലാക്കാവുന്ന തെളിവുകൾ കാണാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ശാഫിഈ മദ്ഹബ് പ്രകാരം ധാരാളം ആളുകൾ ഈ അഭിപ്രായം സ്വീകരിക്കാറുണ്ട്. ഒരാൾ മുസ്തഅമലായ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്നത്. ഒരാൾ അവന് തെളിവുകൾ പരിശോധിക്കാൻ കഴിവില്ല, അവന് മദ്ഹബിനെ പിൻപറ്റുകയും ഈ അഭിപ്രായം സ്വീകരിക്കുകയും മുസ്തഅമലായ വെള്ളം ഒഴിവാക്കുകയും ചെയ്താൽ മഅ്സൂറാണ്. അവന് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. ഒരാൾ ഹറാം ചെയ്തു എന്ന് പറയേണ്ടതില്ല. ഒരാൾ ഉപയോഗിച്ച വെള്ളം അത് ഉപയോഗിക്കാതെ മാറ്റിവെച്ചാൽ അത് തെറ്റുള്ള കാര്യമല്ല. പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്.